സുന്നികളുടെ മുഖമുദ്രയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുക. ആ സന്തോഷ പ്രകടനങ്ങൾ ഇവിടെ ഇപ്പോൾ ഉദ്ഘാടന പ്രസംഗം നടത്തിയ ഉസ്താദ് ബദരി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമങ്ങൾക്ക്, ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾക്ക് ഭംഗം വരാത്ത വിധത്തിലുള്ള എല്ലാ അനുവദനീയമായ ആഘോഷങ്ങളും അതിൻ്റെ ആരവങ്ങളുമെല്ലാം ആവാം. ആ നിലക്ക് അവിടെ മെയിൻ റോഡ് മുതൽ ഇതുവരെയും കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണ ബൾബുകൾ കൊണ്ട് അലങ്കരിച്ച് തോരണങ്ങൾ സംഘടിപ്പിച്ച് ഇവിടെയുള്ള പ്രവർത്തകന്മാർ ഒരുക്കിയ ഈ മനോഹരമായ വേദി തീർച്ചയായും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജന്മത്തിൽ ആഘോഷവും സന്തോഷവും പ്രകടിപ്പിക്കാൻ ഏറ്റവും ഉചിതമായ ഒരു വേദിയായിട്ടുണ്ട്. അള്ളാഹു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ മുഴുവൻ പ്രവർത്തകന്മാർക്കും, മുഴുവൻ മുഹിബ്ബീങ്ങൾക്കും, സാമ്പത്തികമായി സഹായിച്ചവർ, അൽഹംദുലില്ലാഹ് ഇവിടെ കൂടിയവർക്കൊക്കെ ഇത് പിരിയുമ്പോൾ ഒരു സന്തോഷത്തിന്റെ ഭക്ഷണം അതും തയ്യാർ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അതോടൊപ്പം നാം വന്നപ്പോൾ നമുക്ക് മധുര പായസം നൽകി. ഇതെല്ലാം അള്ളാഹുവിന്റെ ഹബീബ് ഇഷ്ടപ്പെടുന്ന, അവിടുന്ന് സന്തോഷിക്കുന്ന കാര്യങ്ങളാണെന്നതിൽ ആർക്കും തർക്കമില്ല. അള്ളാഹു ജല്ല ജലാലുഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു ആയത്താണ് ഞാൻ തുടക്കത്തിൽ ഓതിയത്. നമുക്കെല്ലാം ആ ആയത്ത് അറിയാം. ആ ആയത്തിന്റെ പൊരുൾ അതാണ് ഈ നടക്കുന്നതെല്ലാം. അള്ളാഹു പറയുന്നു, മുത്തുനബിയെ സംബോധന ചെയ്തുകൊണ്ട്, നബിയേ, അങ്ങയുടെ കീർത്തനങ്ങൾ, മഹത്വങ്ങൾ, അപദാനങ്ങൾ, അവിടുത്തെ വിശേഷണങ്ങൾ, മദ്ഹുകൾ, അത് ഞാൻ എന്നും എങ്ങനെയും എക്കാലത്തും ഉയർത്തിവെച്ചിരിക്കുന്നു. അത് മുഴങ്ങിക്കൊണ്ടേയിരിക്കും, അത് ജ്വലിച്ചുകൊണ്ടേയിരിക്കും, അത് ലോകത്ത് അനവരതം തുടർന്നുകൊണ്ടേയിരിക്കും. ലോകത്ത് എന്ത് ചലനങ്ങൾ, ഇസ്ലാമികമായ ചലനങ്ങളുണ്ടോ, എല്ലാ ധാർമ്മികമായ എന്ത് മുന്നേറ്റങ്ങളുണ്ടോ, അതിന്റെ മുഴുവനും ക്രെഡിറ്റ് അങ്ങേക്കാണ്. അതാണ് വറഫഅനാ ലക ദിക്റക് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാര് പറയുന്നു, ഒരു ഹദീസ്, ഖുദ്സിയായ ഹദീസ് ഉദ്ധരിക്കുന്നു, മാ ലാ ഉദ്കറു ഇല്ലാ വതുദ്കറ മഈ. എന്റെ പേര് എവിടെ പറയുന്നുണ്ടോ അവിടെയെല്ലാം അങ്ങയുടെ പേരും കൂടെ ചേർത്ത് പറയണം എന്നതാണ് എന്റെ തീരുമാനം. അല്ലാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വല്ലമ്മൽ ഇലാഹു സ്മൻ നബി ഇല ഇസ്മിഹി ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദിനു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുഅദ്ദിൻ വിളിച്ചു പറയുമ്പോൾ ഉടൻ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊള്ളണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരാള് കോടാനുകോടി തവണ പറഞ്ഞാലും മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് അംഗീകരിക്കാതെ, പറയാതെ ഇസ്ലാമിന്റെ പ്രാഥമിക മെമ്പർഷിപ്പ് പോലും അയാൾക്ക് ലഭിക്കുകയില്ല. അള്ളാഹുവിന്റെ അർശിൽ അള്ളാഹുവിന്റെ പേരിന്റെ കൂടെ മറ്റൊരു നാമമുണ്ടെങ്കിൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പേര് കണ്ടുകൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് സ്വർഗത്തിൽ നിന്ന് എനിക്ക് ഭൂമിയിലേക്ക് വരാൻ കാരണമായ ആ ഒരു ചെറിയ ഒരു ഫാൾട്ട് അത് നീ പൊറത്തു തരണേ എന്ന് പറഞ്ഞത് ആ പേര് മുന്നിൽ വെച്ചുകൊണ്ടാണ്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ആ പേരറിയാം? മഹാനായ ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, അർശിൽ അള്ളാഹുവിന്റെ പേരിന്റെ കൂടെ മറ്റൊരു പേരുണ്ടെങ്കിൽ അതൊരു ചില്ലറ വ്യക്തിയുടേതല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അവിടുത്തെ പേര്, അവിടുത്തെ കീർത്തനങ്ങൾ, അവിടുത്തെ മദ്ഹ് അതെന്നെന്നും ഉയർത്തുകൊണ്ടേയിരിക്കും. അവിടുത്തെ മൗലിദ്, അതിന്റെ ആഘോഷങ്ങൾ ഈ രൂപത്തിലുള്ള വർണ്ണാഭമായ രൂപത്തിൽ പഴയ കാലത്തില്ല.
ഇങ്ങനെ ഒരു സെറ്റപ്പോടുകൂടി പഴയ കാലത്തില്ല എന്നതുകൊണ്ട് മൗലിദേ പാടില്ല എന്ന് പറയുന്നത് വലിയ വിഡ്ഢിത്വമാണ്. കാരണം അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം നാം നിർത്തിവെക്കേണ്ടി വരും. ആദ്യ 3 നൂറ്റാണ്ടുകളിൽ ഇല്ല എന്നതിന്റെ പേരിൽ നിർത്തിവെക്കുകയാണെങ്കിൽ ഈ മൗലിദ് മാത്രം നിർത്തിവെച്ചാൽ പോരല്ലോ, ഈ ആഘോഷവും സ്റ്റേജും മൈക്കും മാത്രം നിർത്തിവെച്ചാൽ പോരല്ലോ, എന്തെല്ലാം കാര്യങ്ങൾ നിർത്തിവെക്കേണ്ടി വരും. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരി എന്ന ഹദീസ് ഗ്രന്ഥമാണ്. ആ ഹദീസ് ഗ്രന്ഥം പോലും നബി തങ്ങളുടെ കാലത്തുണ്ടോ? ഇസ്ലാമിന്റെ പ്രമാണത്തെ വരെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ ഈ സംശയാലുക്കൾ അവരുടെ വാക്കുകളും വാദഗതികളും ചെന്നു ചേരുമെന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ എന്താണ് ഇവർ പറയുന്നത്? അവർ തെറ്റിദ്ധരിച്ച പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ രൂപത്തിൽ, ഈ ശൈലിയിൽ, ഈ ഭാവത്തിൽ ആദ്യ നൂറ്റാണ്ടുകളിൽ ഇല്ല എന്നതാണ്. അത് നമ്മൾ അംഗീകരിക്കുന്നു. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാകാത്ത വിധം അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ അടിസ്ഥാനപരമായി നമ്മളോട് പറഞ്ഞ മദ്ഹും മഹബ്ബത്തും, അത് കാലത്തിന്റെ രൂപത്തിന്റെ ഭാവങ്ങൾക്കനുസരിച്ച് മാറ്റം വരുമ്പോൾ അതിൽ നമ്മൾ ആരും എതിർക്കേണ്ടതില്ല, അതിൽ സംശയം തോന്നേണ്ടതില്ല. അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മളെല്ലാവരും നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഈ പ്രദേശത്തുള്ള മുഴുവൻ മുഹിബ്ബീങ്ങളും വിശ്വാസികളും അവരുടെ സംഘടനാ അഭിപ്രായ വ്യത്യാസങ്ങളും വൈജാത്യങ്ങളും എല്ലാം മറന്നുകൊണ്ട് ഈ വേദിയിൽ ഉസ്താദുമാരെ ഒരുമിച്ച് വിളിച്ചു കൂട്ടിയപ്പോഴും ഈ സദസ്സിൽ മോമിനീങ്ങളെ വിളിച്ചിരുത്തിയപ്പോഴും സുന്നി എന്ന ആ സുന്നത്ത് ജമാഅത്തിന്റെ ആ ഒരു അഡ്രസ്സിൽ നമുക്ക് സംഗമിക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, ഇനിയും ഇത് തുടർ വർഷങ്ങളിലും ഉണ്ടാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കൊക്കെ അള്ളാഹു വലിയ ഖൈർ, ബറക്കത്ത്, ഐശ്വര്യങ്ങൾ ഏറ്റിത്തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മലിക്കുൽ മുളഫർ എന്ന ഒരു രാജാവ് കഴിഞ്ഞുപോയി. മഹാനവറുകൾ, നമുക്കൊക്കെ പേരറിയുന്ന സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലാ മഹാനവറുകളുടെ അളിയനാണ്. ആ മലിക്കുൽ മുളഫർ എന്ന രാജാവാണ് രാജകീയമായ പ്രൗഢിയിൽ ആദ്യമായി ഇത്തരത്തിലുള്ള മൗലിദ് ആഘോഷങ്ങൾ നടത്തിയത്. മൗലിദ് മുമ്പേ ഉണ്ട്, എന്നാൽ മൗലിദ് ആഘോഷം ഇതുപോലെ ഇസ്ലാമികമായ ഈ പരിപാടികളെ രാജകീയ പ്രൗഢിയിൽ നടത്തിയത് മലിക്കുൽ മുളഫറാണ്. അതുകൊണ്ട് തന്നെ മലിക്കുൽ മുളഫറിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, വലിയ അത്ഭുതകരമായ സന്നാഹങ്ങളോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ മൗലിദാഘോഷ പരിപാടികൾ ഉണ്ടായിരുന്നത്. മലിക്കുൽ മുളഫർ ധീരനായൊരു രാജന, ഇർബൽ ഭരിച്ചവരാണ് വൻധർമ്മിഷ്ഠന. മൗലിദ് കഴിക്കുന്നന്ന് ആടയ്യായിരം, പൊരിക്കുന്നതാണ് കോഴിയും 10,000, കൂടാതെ 1,20,000 പാത്രങ്ങളിൽ അലുവായുമുണ്ടോരോ തരം. തെക്കൻ ജില്ലകളിലൊക്കെ വളരെ പ്രസിദ്ധനായ പണ്ഡിതനാണ് തഴവ ഉസ്താദ്. അദ്ദേഹത്തിന്റെ വരികളാണ് ഞാനിപ്പോൾ പാടിയത്. മലിക്കുൽ മുളഫറിന്റെ, ആ രാജാവിന്റെ മൗലിദാഘോഷ പരിപാടികളുടെ വൈപുല്യമാണ് ഈ വരികളിൽ നാം കണ്ടത്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ചരിത്രം രേഖപ്പെടുത്തുന്നു, ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ ബുഖാറ, സമർക്കന്ത് തുടങ്ങി ഒരുപാട് ഏരിയകൾക്ക് നടുവിലുള്ള ഇർബിൽ എന്ന ചെറിയ ഒരു രാജ്യത്തിന് ഒരു പോറലും ഏൽക്കില്ല, ഒരു തീപ്പൊരിയും പാറിയില്ല. ആ രാജ്യം സുരക്ഷിതമായി നിലകൊണ്ടത് അവിടെ നടന്ന വിപുലമായ മൗലിദാഘോഷ പരിപാടികളുടെ ഭാരകം അതിന്റെ കാരണം കൊണ്ടാണ്. ആകയാൽ നമ്മുടെ ഈ നാടിന് അള്ളാഹുവിന്റെ കാവലും അവന്റെ ഹിഫ്ളും ലഭിക്കാൻ, ദീനിന്റെ വെളിച്ചം ഇവിടെ നിലനിൽക്കാൻ, ഈ സൗഹാർദ്ദവും സാഹോദര്യവും ഒക്കെ എന്നെന്നും നിലനിൽക്കാൻ മൗലിദാഘോഷ പരിപാടികൾ ഇതുപോലെ വർഷാവർഷം നടക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർ, ഇതിനുവേണ്ടി പണം ചെലവാക്കിയവർ, ദിവസങ്ങളായി കഠിനമായി അധ്വാനിച്ച് പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകമായി ദുആ ചെയ്യുന്നു. നേരത്തെ ഇവിടെ ലിസ്റ്റിൽ വായിച്ച ഒരുപാട് നമ്മുടെ പൂർവികരായ കഴിഞ്ഞകാല ഈ നാടിന്റെ നേതാക്കന്മാർ, പ്രവർത്തകന്മാർ, പാവപ്പെട്ട നിസ്വാർത്ഥരായ നിഷ്കളങ്കരായ നമ്മുടെ സഹോദരന്മാർ, ഉമ്മമാർ, ചെറുപ്പകാലങ്ങളിൽ പല അപകടങ്ങളിലും മറ്റുമായി മരണപ്പെട്ടു പോയ നമ്മുടെ കൂട്ടുകാർ, എല്ലാവർക്കു വേണ്ടിയും നമുക്ക് ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇനിയും മദ്ഹ് പരിപാടികളും ഒക്കെ നടക്കും. അതിനുശേഷം സമാപന പ്രാർത്ഥനയിലും ഒക്കെ ഇതെല്ലാം ഉൾക്കൊള്ളിക്കും.
ഒരുപാട് ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ വസിയ്യത്ത് ചെയ്ത് സംഭാവനകൾ അർപ്പിച്ച പല ആളുകളും ഉണ്ടെന്ന് സംഘാടകർ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയും നമുക്ക് ഈ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യാം. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ ലിസ്റ്റ് വായിച്ചതിൽ ഞാൻ ഓർക്കുന്ന എൻ്റെ വളരെ ചെറുപ്പത്തിലുള്ള ഒരു ഓർമ്മയാണ് നമ്മളെ സൂഫിയാക്ക. അല്ലാഹു റഹ്മത്ത് ചൊരിയുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബർ അല്ലാഹു തആല സന്തോഷത്തിൻ്റെ വീടാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തെ പ്രത്യേകം പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ പേര് സൂഫി എന്നാണ്. സൂഫി എന്ന ആ പേരിന് ഇസ്മും മുസമ്മയും ഒത്ത ഒരാളായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്. എപ്പോഴും ദിക്റിലും ഫിക്റിലും നല്ല ഒരു ആത്മീയമായ സാത്വികമായ ഒരു ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത്. പള്ളിയിലൊക്കെ കയറിയാൽ ഇബാദത്തും അങ്ങനെ വലിയ നല്ല ഒരു മാതൃകയായിരുന്നു അദ്ദേഹം. ഒരുപാട് കാലമായി അദ്ദേഹം വിട പറഞ്ഞിട്ടുള്ള എങ്കിലും എനിക്കൊരു നേരിയ ഓർമ്മയുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് റഹ്മത്ത് ചൊരിയട്ടെ. അദ്ദേഹത്തെ പോലെ സാത്വികരായ നമ്മുടെ നാട്ടിലുള്ള പൂർവികർ അള്ളാഹു അവർക്കൊക്കെയും ബറക്കത്ത് റഹ്മത്ത് ചൊരിഞ്ഞ് അവരെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പുതിയ തലമുറയെയും നമ്മെയും അള്ളാഹു നന്നാക്കി തെരുമാറാകട്ടെ. അതുപോലെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഈ പ്രദേശത്തെ കാരണവന്മാരിൽ ബഹുമാനപ്പെട്ട നമ്മുടെ പച്ചായി അലവി ഹാജി പ്രായാധിക്യത്തിൽ അദ്ദേഹം വീട്ടിലിരിക്കുകയാണ്. നല്ല ഒരു ദാക്കിറാണ്. ദിക്റിനെ വല്ലാതെ സ്നേഹിക്കുന്ന മാന്യദേഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും ആയുരാരോഗ്യം ആഫിയത്ത് സിഹത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഇസ്മായിൽ ദാരിമി അടക്കമുള്ള ഒരുപാട് ചെറുപ്പക്കാർ തന്നെ രോഗികളും വിഷമം അനുഭവിക്കുന്നവരുമാണ്. അതുപോലെ നമ്മുടെ കുർപ്പനാത്ത് ആശിഖ് തുടങ്ങിയവരൊക്കെ രോഗികളാണ്. അല്ലാഹുവേ, എല്ലാവർക്കും നല്ല ആയുരാരോഗ്യം ആഫിയത്ത് സിഹത്ത് ഷിഫ നിന്നിൽ നിന്നുള്ള ഷിഫ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. എല്ലാവർക്കും വേണ്ടിയും നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ അവസാനത്തിൽ ദുആ ചെയ്യും. നേരത്തെ ഇവിടെ ലിസ്റ്റിൽ വായിച്ച നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ എല്ലാവർക്കും വേണ്ടി നാം ഈ സദസ്സിൻ്റെ എല്ലാ മഹത്തായ ഹദിയകളും എല്ലാം സമർപ്പിക്കുന്നു. അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, ഇവിടെ ഭക്ഷണ വിതരണം ചെയ്യുന്നതും പായസം വിതരണം ചെയ്യുന്നതും മദ്ഹ് പാടിപ്പറയുന്നതും നമ്മുടെ ഈ പ്രദേശത്തേക്ക് നമ്മൾ മുഅ്മിനീങ്ങളെ വിളിച്ചു വരുത്തി അവരെ സൽക്കരിക്കുന്നതെല്ലാം വലിയ ഉത്തമമായ ഉന്നതമായ ഓരോന്നിൻ്റെയും ഫളായിലുകൾ പ്രത്യേകമാണ്. അതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ ഇതിൻ്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്ന കൂട്ടുകാരോട് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത്, ഇത്തരം പരിപാടികൾ നിങ്ങളുടേതായ താല്പര്യപൂർവം വളരെ സന്തോഷത്തോടുകൂടി ഏറ്റെടുത്ത് നടക്കുന്ന ഒരു പരിപാടിയാണ് ഇത്. ഇൻഷാ അല്ലാഹ് ഇനിയും തുടരണമെന്ന് പറയുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരോടും പറയാനുള്ളത്, ഈ വിഷയം നടത്തുമ്പോൾ ഇതിൻ്റെ പിന്നിൽ മറ്റു ഭൗതികമായ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ജനങ്ങളുടെ പേരും പ്രശസ്തിയും നാളെ മുതൽ വളരെ ജോറായ പരിപാടി നടന്നു എന്ന് ഒരാളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ആകരുത്. അതുപോലെ ഇതിന്റെ പിന്നിൽ സാമ്പത്തികമായ ഒരു ലക്ഷ്യം ഏതായാലും നിങ്ങൾക്കാർക്കും ഉണ്ടാവുകയില്ല. എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കുറവ് വന്നാൽ നിങ്ങളെ തന്നെ നികത്തേണ്ടി വരും. എന്നാലും അതൊന്നും ലക്ഷ്യമല്ല. അതുപോലെ ഭൗതികമായ ഒരു ലക്ഷ്യവും ഉണ്ടാകരുത്. എല്ലാം അള്ളാഹുവിന്റെ പൊരുത്തം, അള്ളാഹുവിന്റെ ഹബീബിന്റെ പൊരുത്തം. അല്ലാഹു റസൂലുഹു അഹഖു അൻ യുർളൂഹു, അള്ളാഹുവും റസൂലുമാണ് തൃപ്തി തേടാൻ, പൊരുത്തം തേടാൻ ഏറ്റവും അർഹതപ്പെട്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് നല്ല നിയ്യത്താണ് ഒന്നാമതായി വേണ്ടത്. രണ്ടാമത്തത്, ഇതെല്ലാം മഹബത്തിന്റെ ഭാഗമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് അത് യഥാർത്ഥ മഹബത്താണെങ്കിൽ ആകണമെങ്കിൽ മുത്തുനബിയോടുള്ള ആ മഹബത്തിന്റെ കൂടെ ഇത്തിബാഉം കൂടി ഉണ്ടാകണം. ഇത്തിബാ ഇല്ലെങ്കിൽ മഹബത്തല്ല എന്ന് നമ്മൾ പറയുന്നില്ല. ഇത്തിബാ ഉണ്ടെങ്കിൽ അത് കാമിലുൽ മഹബത്തായി ആ വ്യക്തിയെ രേഖപ്പെടുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ഒരു മദ്യപാനിയെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചു, ശിക്ഷ നടപ്പാക്കി. വീണ്ടും അതുപോലെ മറ്റൊരു തവണ ആ കേസിൽ തന്നെ അദ്ദേഹത്തെ പിടിക്കപ്പെട്ടു. അദ്ദേഹത്തെ വീണ്ടും ശിക്ഷ നടപ്പാക്കി അടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വഹാബി പറഞ്ഞു, എന്ത് ഇദ്ദേഹത്തിന് എത്ര അടി കിട്ടിയിട്ടും
ഒരു മാറ്റമില്ലല്ലോ എന്നിങ്ങനെ കുറച്ച് മോശപ്പെട്ട ഒരു കമന്റ് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയരുത്. ഇന്നഹു യുഹിബ്ബുല്ലാഹ വറസൂല, അദ്ദേഹം അള്ളാഹുവിനും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ജീവിതത്തിൽ ചില താളപ്പിഴവുകൾ പറ്റിയാലും അടിസ്ഥാനപരമായി അത് മഹബത്തിനെ ബാധിക്കുന്നില്ല. പക്ഷേ അയാളുടെ ആ മഹബത്ത് അയാളെ സ്വർഗത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم, മഹബത്ത് അത് അതിന്റെ പൂർണ്ണ തലത്തിലേക്ക് എത്തണം. അതിന് നമ്മുടെ ജീവിതം മുത്തുനബി പഠിപ്പിച്ചതുപോലെ ആ ഇത്തിബായിൽ ആ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ കാണണം. ഫർലായ വിഷയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിനും നാം തയ്യാറാകാൻ പാടില്ല. ജോലിക്ക് പോകുന്ന ചെറുപ്പക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പെയിന്റിങ്ങിന് പോകുന്നവർ, ബാർപ്പിന്റെ പണിക്ക് പോകുന്നവർ, തേപ്പിന്റെ പണിക്ക് പോകുന്നവർ, മരം വെട്ടാൻ പോകുന്നവർ, അതുപോലെ മറ്റു ഹോട്ടൽ തൊഴിലാളികൾ, ഇങ്ങനെ ഒരുപാട് തലങ്ങളിൽ പ്രവർത്തിക്കുന്നവർ. ഏത് തരത്തിൽ നിങ്ങൾ ജോലി ചെയ്താലും ഒരു വഖ്തും ഫർള് നിസ്കാരം ഖളാ ആയി പോകരുത് എന്ന് നിർബന്ധ ബുദ്ധി നിങ്ങൾക്കുണ്ടാകണം. പിന്നെ സുന്നത്ത്, പള്ളിയിൽ നിന്ന് ജമാഅത്ത് കഴിഞ്ഞ് നാം നേരെ പുറത്തേക്ക് ധൃതി പിടിച്ച് ഇറങ്ങുമ്പോൾ ചിന്തിക്കുക, ആ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് ഒരിക്കലും വയസ്സന്മാർക്കും 4 മുസ്ലിംമാർക്കും മാത്രമുള്ളതല്ല. അള്ളാഹുവിന്റെ ഹബീബ് കൃത്യമായി നമുക്ക് ഓരോരുത്തർക്കും സ്വർഗത്തിലേക്കുള്ള വഴി പഠിപ്പിച്ചതാണ് ഈ മഹത്തായ സുന്നത്ത് നിസ്കാരങ്ങളിലൂടെ. അതുപോലെ നമ്മുടെ ജീവിത രീതിയിൽ നമ്മുടെ തലമുടി കണ്ടാൽ, നമ്മുടെ വേഷം കണ്ടാൽ നിര്യാണിക്ക് താഴെ ഒരിക്കലും തുണി ഇറങ്ങരുതെന്ന നിർബന്ധ ബുദ്ധി മുത്തുനബിയെ സ്നേഹിക്കുന്നവർക്കുണ്ടാകണം. അതുപോലെ നമ്മുടെ സ്വഭാവ രീതി, ഭാര്യമാരോടുള്ള സ്വഭാവം, ഭർത്താക്കന്മാരോടുള്ള സ്വഭാവം, കുടുംബങ്ങളോടുള്ള സ്വഭാവം, കാരണവന്മാരോട് വലിയ ബഹുമാനവും സ്നേഹവും ആദരവും വേണം. ചെറിയ മക്കളോടുള്ള പരിഗണന വേണം. ഇതെല്ലാം പഠിപ്പിച്ച ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, എല്ലാ വിഷയത്തിനും മാതൃക അവിടുന്നുണ്ട്. അവിടുത്തെ ഒരാൾ സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ എല്ലാ വിഷയത്തിലും അവിടുത്തെ സ്നേഹിക്കാൻ പറ്റിയ ആളാണ്. അതേസമയത്ത് നാം ഒരു വ്യക്തിയെ ചൂണ്ടിക്കാട്ടി ഇയാളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അയാളിൽ ചില വീക്ക്നെസ്സുകൾ നമ്മൾ കാണും. ഇങ്ങനെ ഒരിക്കലും കാണാൻ കഴിയാത്ത ഒരേ ഒരാൾ അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് അവിടുത്തെ ചൂണ്ടിക്കാട്ടി എല്ലാവരും അവിടുത്തെ സ്നേഹിക്കണം, ഉമ്മാനെക്കാളും സ്നേഹിക്കണം, ബാപ്പാനെക്കാളും സ്നേഹിക്കണം, സ്വന്തത്തെക്കാൾ പോലും സ്നേഹിക്കണം എന്ന് പറയാൻ കാരണം സ്നേഹിക്കപ്പെടാൻ പറ്റിയതല്ലാത്ത ഒന്നും ആ ജീവിതത്തിലില്ല. അതുകൊണ്ട് പൂർണ്ണമായ ഇത്തിബാഅ്. ലൗ കാന ഹുബ്ബുക സ്വാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. മഹാന്മാർ പാടിവെച്ചത് എത്ര സത്യമാണ്. ലൗ കാന ഹുബ്ബുക സ്വാദിഖൻ, നീ റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, ആ മഹബ്ബത്ത് നിന്റെ ഖൽബിൽ അത് സത്യസന്ധമാണെങ്കിൽ ലഅതഅതഹു, ആ സ്നേഹം പറഞ്ഞ് ആ ആരവങ്ങളും ആ കൊടിതോരണങ്ങളിലും നീ നിർത്തിവെക്കുകയില്ല. പിന്നെയോ ലഅതഅതഹു, ആ നബിതങ്ങളെ നീ ഇത്വാഅത്ത് ചെയ്യും. ഇത്വാഅത്ത് എന്ന് പറയുന്നത് അവിടുത്തെ പിൻപറ്റുക. ഫിഹാലിഹി വമഖാലിഹി വഫിആലിഹി ഫതതബഅന്ന വതാബിഅൻ ലാ തഅദില. ഓരോ ചലനത്തിലും നിശ്ചലനത്തിലും ഹറകാത്ത് സക്കനാത്തുകളിൽ അവിടുത്തെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് നീ ജീവിച്ചാൽ ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ, സ്നേഹിക്കുന്നവൻ, സ്നേഹിക്കപ്പെടുന്നവർ ആരാണോ അവരെ പൂർണ്ണമായും പിൻപറ്റും. ഒരു കാമുകി പറയുന്നതിലപ്പുറം ചലിക്കുകയില്ല. കാമുകൻ കാമുകി പറയുന്നതിലപ്പുറം ചലിക്കുകയില്ല. സ്നേഹം അത് അതിൻ്റെതായ തലത്തിലെത്തിയാൽ പിന്നെ അവൻ പറയുന്നതിൽ ഒരു അളവ് പോലും, സ്വന്തം പൊറ്റി വളർത്തിയ ഉമ്മാനെയും ഉപ്പാനെയും മുഴുവനും ഇന്ന് വരെയുള്ള മുഴുവൻ സ്നേഹവും പുല്ലുവില കൽപ്പിക്കാതെ ചവിട്ടി മെതിച്ചുകൊണ്ട് കാമുകന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന പെണ്ണ്, സ്നേഹമെന്ന ഭൗതികമായ ആ ഒരു പ്രേമം, ആ പ്രേമത്തിന് അത്രത്തോളം ആ ശക്തിയുണ്ടെങ്കിൽ നാം മനസ്സിലാക്കണം, നമ്മുടെ യഥാർത്ഥ മഹബത്ത്, മുത്തുനബിയോടുള്ള മഹബത്ത് അത് യഥാർത്ഥമാണെങ്കിൽ അവിടുന്ന് കൽപ്പിച്ച ഇസ്ലാമികമായ ഒരു ജീവിതം നമ്മുടെ കൂടെ ഉണ്ടാകും. അതില്ലെങ്കിൽ മഹബത്തില്ല എന്നല്ല, ആ മഹബത്ത് നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ മാത്രം ശക്തമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു ഈ സദസ്സിൽ
നമ്മൾ ഒരുമിച്ച് കൂടിയത്, ഇതിനുവേണ്ടി നമ്മൾ ചെലവഴിച്ചത്, ഇതിനുവേണ്ടി നാം സ്നേഹിച്ചത് എല്ലാം ആ തലത്തിലേക്ക് നമ്മുടെ ഈമാനിനെ എത്തിക്കാൻ പറ്റുന്ന ഒരു സംഗതിയായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. വൈകിയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പറയാനുള്ള വിഷയം പറഞ്ഞു വന്നപ്പോ നേരം വൈകിയതാണ്. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് പ്രമുഖ വ്യക്തിത്വങ്ങൾ നമ്മുടെ വേദിയിലുണ്ട്. അവരുടെ ആശംസാ പ്രസംഗങ്ങളൊക്കെ ചുരുങ്ങിയ നിലക്ക് നടക്കും. അതിനുശേഷം ഇവിടെ മദ്ഹിന്റെ ഒരു രാവാണ് എന്ന് അതെല്ലാവരും ആസ്വദിക്കുകയും വെറുതെ ഇരുന്ന് സമയം കളയുകയല്ല. ആ കേൾവിക്കൊരു പ്രത്യേകതയുണ്ട്. നല്ല നെയ്യത്തോടു കൂടി നിങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ ഓരോ സമയത്തും നിങ്ങൾ സ്വലാത്തുകൾ അതിൻ്റെ കൂടെ നിങ്ങളുടെ നാവുകളിൽ ഇങ്ങനെ ഉരുവിടുമ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾക്ക് കാരണമാകും. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ.